നമ്മുടെ രാജ്യം ഇപ്പോൾ ആശ്രയിച്ചു പോരുന്ന വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് S-400 ആണ്. ഈ S-400ൽ നമ്മുടെ സാങ്കേതിക വിദ്യയും കൂടെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനിൽ നിന്നുള്ള തുർക്കി ഡ്രോണുകളെയും ചൈനീസ് മിസൈലുകളെയും എല്ലാം നേരിട്ടത് നമുക്ക് എല്ലാവർക്കും കൃത്യമായി അറിയാം. എന്നാൽ നമ്മുടെ രാജ്യത്തിന് എത്ര നാൾ S-400, S-500 എന്ന് പറഞ്ഞ് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കാനായിട്ട് പറ്റും? സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാ രാജ്യങ്ങളും നമ്മുടെ സുഹൃത്തുക്കളായി എല്ലാ കാലവും ഇരിക്കണമെന്നില്ല, ശത്രുക്കളായും എല്ലാ കാലവും ഇരിക്കണമെന്നില്ല. അമേരിക്കയ്ക്കാണെങ്കിൽ സ്വന്തമായി താഡ് എന്ന് പറയുന്ന എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതിന് പുറമെ ഇപ്പോൾ ഗോൾഡൻ ഡോം അമേരിക്ക ചെയ്യാൻ പോകുന്നു. ഇസ്രായേലിന് അയൺ ഡോം അത് അമേരിക്ക കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. ചൈനയ്ക്കും സ്വന്തമായി ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. ആ ഡിഫൻസ് സിസ്റ്റമാണ് പാകിസ്ഥാൻ മേടിച്ചത്. അതാണ് നമ്മൾ തകർത്ത് തരിപ്പണമാക്കിയത്. ഇപ്പോഴിതാ ഇന്ത്യ സ്വന്തമായി ഡിഫൻസ് സിസ്റ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്ന ഗംഭീര റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യം വളരെ സ്പീഡിലാണ് ആയുധ ഫണ്ടിങ് നടത്തുന്നത് എന്നുള്ളതാണ്. DRDO അടക്കം കൃത്യമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഇന്ത്യൻ ആർമിക്ക് ഉടൻ തന്നെ പുതിയ തദ്ദേശീയ വ്യോമ പ്രതിരോധ സംവിധാനം ലഭിച്ചേക്കാമെന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. ചൈന പാകിസ്ഥാൻ അതിർത്തികളെ വിന്യസിക്കുന്നതിനായി 3 റെജിമെന്റുകൾക്കുള്ള ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം QRSAM വാങ്ങുന്നതിനെക്കുറിച്ച് പ്രതിരോധ മന്ത്രാലയം പരിഗണിക്കുന്നുണ്ടെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. ഈ ഇടപാടിന് 30,000 കോടി രൂപയാണ് വില വരുന്നത് എന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ട്. ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സൈന്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുത്തും. ഈ മിസൈൽ സംവിധാനം പ്രധാനമായും പടിഞ്ഞാറൻ വടക്കൻ അതിർത്തികളാണ് വിന്യസിക്കുക. ജൂൺ 4-ാം വാരത്തിൽ പ്രതിരോധ മന്ത്രാലയം ഒരു യോഗം ചേരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. അതിൽ ഇതിന് അംഗീകാരം ലഭിക്കും. ഇത് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നുള്ളതാണ്. കാരണം ഇന്ത്യ ഇപ്പോൾ ഒരു തദ്ദേശീയമായ ഒരു ആയുധം വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ലോകരാജ്യങ്ങൾ കൈകൊട്ടി ചിരിക്കാറില്ല, അടക്കി ചിരിക്കാറില്ല. കാരണം ഇന്ത്യയുടെ ബ്രഹ്മോസിനെ അമേരിക്കയ്ക്കോ അല്ലെങ്കിൽ ചൈനയുടെ ഡിഫൻസ് സിസ്റ്റത്തിനോ പറ്റോ തടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള സാഹചര്യം മുന്നിലുണ്ട്. ഈ ബ്രഹ്മോസ് വാങ്ങാൻ ഇപ്പോൾ പല രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്നത്. എന്നിട്ട് പറയുന്നു അമേരിക്കയുടെ കയ്യിൽ നിന്നും ആയുധം വാങ്ങിച്ചുകൊണ്ടുള്ള സൗദി അറേബ്യ, ഇസ്രായേൽ അടക്കം ഞങ്ങൾക്ക് പുതിയ 300 കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകൾ നമുക്ക് സംയുക്തമായി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഇന്ത്യയുടെ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ തദ്ദേശീയമായി ഒരു വ്യോമ പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ പല രാജ്യങ്ങളും അതിനെ ആശങ്കയോടുകൂടെ തന്നെയാണ് നോക്കിക്കാണുന്നത് എന്ന് നമുക്ക് കൃത്യമായി പറയേണ്ടി വരും. പകലും രാത്രിയും ഒരുപോലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ക്വിക്ക് റിയാക്ഷൻ സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. പ്രതിരോധ ഗവേഷണ വികസന സംഘടന DRDO വികസിപ്പിച്ചെടുത്തതാണ് ഈ പ്രതിരോധ സംവിധാനം. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഇത് കൊണ്ടുപോകാനും കഴിയുമെന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ശക്തി പ്രകടിപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഈ ആയുധത്തെയും വളരെയധികം പ്രതീക്ഷയോടുകൂടിയാണ് ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങൾ നോക്കിക്കാണുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.